അശുദ്ധനായി ചെടികമാം പാപത്തിൽ ജീവിച്ചിന്നു ഞാൻ രോഗിയായി. നീറുമൻ ഹൃത്തും നോവുമൻ മിഴിയും തിരുമുൻപിലേകി ഞാൻ കരയുന്നു. ഒന്നു സ്പർശിച്ചിടണേ എന്നേശുവേ, സുഖമാക്കണേ എന്നാത്മാവ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ ശുശ്രൂഷയിൽ സമയം പൂർത്തിയായി അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ദൈവവചനത്തിലൂടെ ശ്രവിച്ചത്. തുടർന്ന് ഇന്ന് അന്ത്യകാല അടയാളങ്ങൾ കണ്ട് പശ്ചാത്തപിക്കുവിൻ എന്ന വിഷയത്തെക്കുറിച്ച് ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. വിശുദ്ധ ഗ്രന്ഥം പറയുന്നതനുസരിച്ച് അന്ത്യകാലത്തിൻ്റെ അടയാളങ്ങൾ ലോകമെമ്പാടും കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. യേശുക്രിസ്തു അതിനെക്കുറിച്ച് പറയുന്നത് നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. മത്തായി സുവിശേഷം 16 അധ്യായം 2-3 വചനങ്ങൾ ഇങ്ങനെ പറയുന്നു. യേശു പ്രതിവചിച്ചു, വൈകുന്നേരം നിങ്ങൾ പറയുന്നു, ആകാശം ചെമന്നിരിക്കുന്നു, കാലാവസ്ഥ പ്രസന്നമായിരിക്കും. രാവിലെ നിങ്ങൾ പറയുന്നു, ആകാശം ചെമന്ന് മൂടിയിരിക്കുന്നു, ഇന്ന് കാറ്റും കോളും ഉണ്ടാകും. ആകാശത്തിൻ്റെ ഭാവഭേദങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നു, എന്നാൽ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയില്ലേ? കർത്താവായ യേശു നമ്മോട് ചോദിക്കുകയാണ്, ഈ ആത്മീയമായ മാറ്റങ്ങൾ ഈ ലോകത്തിലുള്ളത് നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. കാലാവസ്ഥ കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശാസ്ത്രീയമായി മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് ഭൗതിക തലത്തിൽ നിന്നുകൊണ്ട് അതിനെ മനസ്സിലാക്കാൻ സാധിക്കും. ആകാശത്ത് ചുമപ്പ് നിറം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയും ഇന്ന് പ്രസന്നമായ കാലാവസ്ഥയായിരിക്കും. അതേപോലെ ആകാശം ചെമന്ന് മൂടിക്കഴിഞ്ഞാൽ നമ്മൾ പറയും ഇന്ന് കാറ്റും കൂളും ഉണ്ടാവും. ഇതെല്ലാം നമ്മുടെ ബുദ്ധിയിൽ നിന്നുള്ള തിരിച്ചറിവുകളാണ്. പക്ഷേ ആത്മീയമായ തിരിച്ചറിവുകൾ, ഈ ലോകത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനമാകുന്ന ബുദ്ധി നമുക്ക് ആവശ്യമാണ്. ആ അറിവും നമുക്ക് ആവശ്യമാണ്. ഈ അറിവിൽ നമ്മൾ വളർന്നാൽ മാത്രമേ ആത്മീയമായ മാറ്റങ്ങൾ, ഈ കാലത്തിൻ്റെ മാറ്റങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കർത്താവ് ഇങ്ങനെ തന്നെ നമ്മോട് ചോദിക്കുന്നത്, കാലത്തിൻ്റെ അടയാളങ്ങൾ കണ്ട് തിരിച്ചറിയാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, കാലാവസ്ഥയുടെ മാറ്റങ്ങൾ കണ്ട് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ, കാലയളവിൻ്റെ ആത്മീയമായ മാറ്റങ്ങൾ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ എന്നാണ് കർത്താവ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഈ അടയാളങ്ങളെക്കുറിച്ച് കർത്താവായ യേശു നമ്മളോട് വചനത്തിലൂടെ പറയുന്നുണ്ട്. ലൂക്കാസ് സുവിശേഷം 21 അധ്യായം 10-11 വചനങ്ങളാണത്. ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തലയുയർത്തും. വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും. ഭീകര സംഭവങ്ങളും ആകാശത്തിൽ നിന്ന് വലിയ അടയാളങ്ങളും ഉണ്ടാകും. ഇത് ഈ കാലയളവിൽ വളരെയേറെ പ്രസക്തമായ സംഭവമാണ്. എവിടെ നോക്കിയാലും, ഏത് രാജ്യത്ത് നോക്കിയാലും ജനം ജനത്തിനെതിരായി പടപൊരുത്തിക്കൊണ്ട് തന്നെ ഇരിക്കണം. കൂടാതെ രാജ്യം രാജ്യത്തിനെതിരായി തലയുയർത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഞാനാണ് മികച്ചത്, അല്ല നിങ്ങളല്ല മികച്ചത്, ഞാൻ തന്നെയാണ് ഉയർന്നത് എന്ന് ഭരണകർത്താക്കളുടെ ആ ബോധ്യത്തിൽ അവർ നിൽക്കുന്നത് കൊണ്ട് അവർക്കൊട്ടും പരസ്പരം എളിമപ്പെട്ട് ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാനോ സമാധാനത്തിൽ പോകാനോ അവർക്ക് സാധിക്കുന്നില്ല. കാരണം അവരുടെ ആരുടെയും മനസ്സ് പരിശുദ്ധാത്മാവിന് കീഴ്വഴങ്ങിയതല്ല എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യേശു പറയുന്ന അടുത്ത അടയാളം വളരെ പ്രസക്തമായതാണ്.
അത് നമുക്കത് ശ്രദ്ധിച്ച് കേൾക്കാം. മത്തായി സുവിശേഷം 24 അധ്യായം 32, 33 വചനങ്ങൾ. അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ. അതിൻ്റെ കൊമ്പുകൾ ഇളതാവുകയും തളിർക്കുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അതുപോലെ ഇതെല്ലാം കാണുമ്പോൾ മനുഷ്യപുത്രൻ സമീപത്ത് വാതിൽക്കൽ എത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവിൻ. ഈ അത്തിമരം എന്ന് പറയുന്നത് എന്താണ്? നമ്മളത് മനസ്സിലാക്കണം. അത്തിമരത്തിൽ നിന്ന് പഠിക്കാനാണ് പറഞ്ഞത്. അത്തിമരം എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതിൻ്റെ കൊമ്പുകൾ ഇളതാവുകയും തളിർക്കുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 1948 ഏപ്രിൽ മാസം 14-ാം തീയതിയാണ് ഇസ്രായേലിന് ഒരു രാജ്യമുണ്ടായി. തുടർന്ന് അവർക്കൊരു ഭരണവുമുണ്ടായി. അവരുടെ ഇപ്പോഴത്തെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരു ദേവാലയം പണിയണം. അതിനു വേണ്ടിയിട്ടുള്ള ദ്രുതഗതിയിലുള്ള പരിപാടികളെല്ലാം നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. പല രാജ്യങ്ങളുടെയും സഹായം അവർക്കുണ്ട് അതിനുവേണ്ടി. എത്രയും വേഗം അവരത് ആ ദേവാലയം പണി പൂർത്തിയാക്കും എന്നുള്ളതിനെക്കുറിച്ച് പല വിധത്തിലുള്ള അറിവുകളും ഇന്ന് ലോകത്തിൽ അറിയാൻ സാധിക്കുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഈ അത്തിവൃക്ഷം തളിർക്കുകയും ഇളതാവുകയും ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക വേനൽക്കാലം എടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവ് വരാനുള്ള സമയമായി, അതായത് ദൈവരാജ്യത്തിനുള്ള സമയമായി എന്നുള്ളതിൻ്റെ അടയാളമാണതൊന്ന്. തുടർന്ന് ഹെബ്രായ ലേഖനം 10:37 പറയുന്ന ഒരു വചനം നമുക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ, വരാനിരിക്കുന്നവൻ വരിക തന്നെ ചെയ്യും, അവൻ താമസിക്കുകയില്ല. അപ്പോൾ കർത്താവായ യേശു വരാൻ സമയമായി എന്ന് ഈ അത്തിമരത്തിൻ്റേതായ ഈ ഉപമയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്രായേലിനൊരു രാജ്യമുണ്ടായി അവർ ഭരണം ആരംഭിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോ ഏതാണ്ട് 100 വർഷം അടുക്കാറായി. ഈ 2048 വരുമ്പോൾ 100 വർഷമാകും അവർക്ക് രാജ്യമുണ്ടായിട്ടും ഭരണമുണ്ടായിട്ടും. അതിനു മുൻപ് വരെ അവർക്ക് ഭരണമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ പല സ്ഥലങ്ങളിലായി ചെതറിക്കിടക്കുകയായിരുന്നു. അവരൊന്നിച്ച് കൂട്ടപ്പെട്ട് അവർക്കൊരു രാജ്യമുണ്ടായി, ഭരണമുണ്ടായി. അപ്പോൾ ഇത് ഏറ്റവും വലിയൊരു അടയാളമായിട്ടാണ് കർത്താവ് പറഞ്ഞത്. നിങ്ങളത് കണ്ട് മനസ്സിലാക്കിക്കോ മനുഷ്യപുത്രൻ വരാറായിരുന്നെന്നത്. അതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണത്. ഇന്ന് നമ്മുടെ കണ്ണിൽ ഏറ്റവും സ്പഷ്ടമായിട്ട് കാണുന്നൊരു അടയാളമാണത്. അത് കണ്ടിട്ടെങ്കിലും എൻ്റെ സഹോദരങ്ങളെ ഇത് അവസാന മണിക്കൂറാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലാക്കിയില്ല എങ്കിൽ നമ്മൾ പിന്നീട് ഖേദിക്കേണ്ടതായിട്ട് വരും. ഈ അവസാന മണിക്കൂറിലെങ്കിലും നമ്മൾ മനസ്സ് തിരിയാനും ദൈവത്തെ അറിയാനും നിത്യജീവനിൽ പ്രവേശിക്കാനുള്ള താല്പര്യം കാണിച്ചില്ല എങ്കിൽ നമ്മളുടെ ജീവിതം വൃഥാവിലായി പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അവസാന മണിക്കൂറിൽ എത്തിയാൽ മതിയോ എന്ന് ചോദിക്കുന്ന ചിലരുണ്ട്. അതിനെക്കുറിച്ചാണ് മത്തായി സുവിശേഷം 20-ാം അധ്യായത്തിൽ യേശു 8-9 വചനങ്ങളിൽ പറയുന്നത്. ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ്റെ കഥയാണ് അതിനകത്ത് പറയുന്നത്. വൈകുന്നേരമായപ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ കാര്യസ്ഥനോട് പറഞ്ഞു, ജോലിക്കാരെ വിളിച്ച് അവസാനം വന്നവർക്ക് തുടങ്ങി ആദ്യം വന്നവർക്ക് വരെ കൂലി കൊടുക്കുക. 11-ാം മണിക്കൂറിൽ, അതായത് അവസാന മണിക്കൂറിൽ വന്നവർക്ക് വരെ ഓരോ ദിനാറ ലഭിച്ചു. അപ്പോൾ നമുക്ക് പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. നമ്മൾ ആദ്യം മുതലേ ദൈവരാജ്യത്തിന് വേണ്ടി ഒരുങ്ങി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ദൈവത്തിന് വേണ്ടി വേല ചെയ്തിട്ടുള്ളവർക്ക് ഒരു ധാർഷ്ട്യവും ഉണ്ടാവും, ആത്മീയമായൊരു ധാർഷ്ട്യവും ഉണ്ടാവും. ഞാൻ ഇത്രയും കാലം ദൈവത്തിന് വേണ്ടി വേല ചെയ്ത ആളാണ്, എനിക്ക് കൂടുതൽ ദൈവം പ്രതിഫലം തരുമെന്ന്. അപ്പോൾ കർത്താവായ യേശു തന്നെ പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഒരു ദിനാറ നിനക്ക് തന്നേക്കാമെന്ന്, അത് നിനക്ക് ഉറപ്പായിട്ടും ലഭിക്കും. അപ്പോൾ അവസാന മണിക്കൂറിൽ വരുന്ന വ്യക്തികൾക്കും ഒരു ദിനാറ കൊടുക്കുമ്പോൾ അവരോടൊരു അസൂയ തോന്നിക്കൊണ്ട് പറയുകയാണ്, ആദ്യമേ തന്നെ ദൈവരാജ്യത്തിന് വേണ്ടി വേല ചെയ്ത മക്കൾക്കുള്ളതായ ആ അസൂയ, അവസാന മണിക്കൂർ വന്നവരോടുള്ള അസൂയ നിമിത്തം അവൻ ചോദിക്കും, കർത്താവേ ഞങ്ങൾ ആദ്യം മുതൽ വന്നതല്ലേ, ഇവനെന്തേ ഒരു ദിനാറ അവസാനം വന്ന അവനും കൊടുത്തത് എന്തിനാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് കർത്താവ് പറയുന്നത്, എൻ്റെ
സമ്പത്ത് കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ എനിക്ക് അധികാരമില്ലേ, എനിക്ക് അവകാശമില്ലേ എന്നാണ് കർത്താവായ യേശു ചോദിക്കുന്നത്. നിന്നോട് പറഞ്ഞിട്ടില്ലേ നീ വേലയ്ക്ക് വന്നത്, ഒരു ദിനാറ് നിനക്ക് കിട്ടുമെന്നുള്ളത്, അത് നിനക്ക് തന്നില്ലേ, നീ അതുകൊണ്ട് തൃപ്തിപ്പെടുക. മറ്റവർക്ക് എന്ത് കൊടുക്കണമെന്നുള്ളത് തീരുമാനിക്കുന്നത് ഞാനാണ്. കാരണം അത്രയും കാലം അവർക്ക് ദൈവത്തിൻ്റെതായ വിളിയുണ്ടായില്ല. ദൈവരാജ്യത്തെക്കുറിച്ച് യാതൊരുവിധ അറിവ് അവർക്ക് കിട്ടിയില്ല. അവർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. ദൈവരാജ്യം എവിടെയാണ്, ദൈവരാജ്യം എന്താണ് എന്നൊന്നും പറഞ്ഞു കൊടുക്കാനോ അറിയാനോ അവർക്ക് സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മളങ്ങനെയല്ല. നമ്മൾ നേരത്തെ അറിയാൻ ദൈവം ഇടതന്നു. നമ്മൾ അന്നു മുതലേ ദൈവരാജ്യത്തിലാണ്. ഇവർ ദൈവരാജ്യത്തിലാകാതിരുന്നുകൊണ്ട് ഈ ലോകത്തിൽ വെച്ചിട്ടുള്ളതായ ദൈവരാജ്യത്തിൻ്റെ യാതൊരുവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ ഈ പറഞ്ഞ അവസാന മണിക്കൂറിൽ വന്നവർക്ക് ഭാഗ്യം ലഭിച്ചില്ല. എങ്കിലും അവർ ദൈവരാജ്യത്തിൽ അവസാന മണിക്കൂറിലെങ്കിലും എത്തിച്ചേരാനുള്ള സന്മനസ്സ് കാണിച്ചതുകൊണ്ട് ദൈവം അവർക്ക് ഒരു ദിനാറ് സമ്മാനമായിട്ട് നൽകുകയാണ്. ദൈവമേ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന, ഹല്ലേലൂയ. യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 18-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു: കുഞ്ഞുമക്കളെ, ഇത് അവസാന മണിക്കൂറാണ്. അന്തിക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ തന്നെ അനേകം വ്യാജ ക്രിസ്തുമാർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത് അവസാന മണിക്കൂറാണ് എന്ന് അതിൽ നിന്ന് നമുക്കറിയാം. ഈ അന്തിക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള വചനമെന്ന് നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. യോഹന്നാന്റെ 2-ാം ലേഖനം 1:7 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വളരെയധികം വഞ്ചകർ ലോകത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. യേശുക്രിസ്തു മനുഷ്യ ശരീരം ധരിച്ചു വന്ന് എന്ന് സമ്മതിക്കാത്തവരാണ് അവർ. ഇങ്ങനെയുള്ളവരാണ് വഞ്ചകനും അന്തിക്രിസ്തു. ഇങ്ങനെയുള്ള ധാരാളം പേര് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവരിലൂടെയാണ് അന്തിക്രിസ്തു പ്രവർത്തിക്കുന്നത്. അന്തിക്രിസ്തുവിൻ്റെ പ്രതിരൂപങ്ങളാണ് ഇവർ. അന്തിക്രിസ്തു ഇവിടെ പ്രത്യക്ഷപ്പെടാൻ സമയമായിട്ടില്ലെങ്കിലും അവൻ്റെ പ്രവാചകന്മാർ ഇവിടെ നടന്ന് ഇങ്ങനെയുള്ളൊരു കുപ്രചരണം നടത്തുന്നുണ്ട്. എന്തെന്നാണ്? യേശുക്രിസ്തു മനുഷ്യ ശരീരം ധരിച്ചു വന്ന് എന്ന് സമ്മതിക്കില്ല അവർ വഞ്ചകരാണ്, അന്തിക്രിസ്തുവിൻ്റെ പ്രതിനിധികളാണെന്നാണ് യോഹന്നാൻ പറയുന്നത്. അപ്പം നമ്മളത് മനസ്സിലാക്കി ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പൂർണ്ണമായ അറിവ് വചനത്തിലൂടെ നേടി ഒരുങ്ങിയിരിക്കുക. ആ വഞ്ചകനായ അന്തിക്രിസ്തുവിൻ്റെ പിടിയിൽ പെടാതിരിക്കാൻ, അവൻ്റെ പിണിയാളുകളുടെ കയ്യിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി വിശുദ്ധ പത്രോസ്ലീഹയും അതിനെക്കുറിച്ച് പറയുന്നത് നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. പത്രോസ്ലീഹയുടെ 2-ാം ലേഖനം 3-ാം അധ്യായം 9-10 വചനങ്ങൾ ഇങ്ങനെ പറയുന്നു: കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേ ഉള്ളൂ. കർത്താവിൻ്റെ ദിനം കള്ളനെ പോലെ വരും എന്നാണ് വിശുദ്ധ പത്രോസ്ലീഹ പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം. കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. കർത്താവ് 2025 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞതല്ലേ, ഞാൻ വരും, വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോയി നിങ്ങൾക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കിയിട്ടുണ്ട്, അതിൽ നിങ്ങളെ പാർപ്പിക്കുമെന്നെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്ന് വചനത്തിലൂടെ, സങ്കീർത്തന വചനങ്ങളിലൂടെ കർത്താവ് അരുളിച്ചു തരുന്നുണ്ട്. 145-ാം സങ്കീർത്തനം 13-ാം വചനം ഇങ്ങനെയാണ് പറയുന്നത്: കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവൃത്തികളിൽ കാരുണ്യവാനുമാണ്. അപ്പോൾ കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വള്ളിക്ക് പുള്ളിക്ക് മാറ്റം ഉണ്ടാവില്ല. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ 19 മുതൽ വായിക്കുമ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ ഞാൻ പറഞ്ഞ വചനത്തിന് വള്ളിക്കോ പുള്ളിക്കോ മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞ വചനത്തിന് യാതൊരുവിധ മാറ്റവും ഉണ്ടാകില്ല, അത് നടക്കും. പക്ഷേ ദൈവം കാരുണ്യവാനും കൃപാനിധിയായതുകൊണ്ട് ദീർഘക്ഷമ കാണിക്കുന്ന ഒരു സ്നേഹമേറുന്ന ഒരു ചൈതന്യമാണ് ദൈവത്തിനുള്ളത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എല്ലാവരും രക്ഷപ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. തുടർന്ന് പറയുന്ന വചനം ഇതാണ്: കർത്താവ് തൻ്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും അനുതപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഒരു പാപിയുടെ അനുതാപത്തിലാണ് സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകുന്നത്, മാലാഖമാരുടെ ഇടയിൽ സന്തോഷം ഉണ്ടാകുന്നത്. ലൂക്കാസ് സുവിശേഷം 15:7-ലും 15:10-ലും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്കതൊന്ന് വായിച്ച് കേൾക്കാം.
ലൂക്കാസ് വിശേഷം 15:7 അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ സ്വർഗം സന്തോഷിക്കുന്നത് മറ്റു കാര്യങ്ങളിലൊന്നുമല്ല. ഒരു പാപി ഇവിടെ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോഴാണ്, അവൻ നിത്യജീവൻ അവകാശിയായി തീരുമ്പോഴാണ് സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകുന്നത്. അല്ലാതെ നമ്മളിവിടെ എന്തെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും മരിച്ചവരെ ഉയർപ്പിച്ചാൽ പോലും സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാവില്ല. പക്ഷേ ഒരു പാപിയുടെ ആത്മാവിൻ്റെ വില അതിനു മാത്രം വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആത്മാവിൻ്റെ വിലയെക്കുറിച്ച് നമ്മൾ 62-ാം സങ്കീർത്തനം വായിച്ചു നോക്കി അറിയാൻ പറ്റും. അത്രയേറെ ദൈവം വിലമതിക്കുന്നുണ്ട് ഓരോ മനുഷ്യൻ്റെ ആത്മാവിനെയും. ദൈവം പകർന്നു തന്നാണ് ആ ആത്മാവ്, ജീവൻ്റെ ആത്മാവ്. ഈ ആത്മാവ് ദൈവത്തിങ്കിലേക്ക് തന്നെ തിരിച്ചു തരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്കതിനെക്കുറിച്ചുള്ള വില അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് നമ്മളത് നിസ്സാരമായിട്ട് കരുതുന്നത്. അത് ആഴത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് വചനത്തിലൂടെ പഠിച്ചിട്ടില്ല. വചനം പഠിച്ചാൽ മാത്രമേ മനുഷ്യാത്മാവിൻ്റെ വില എന്തുമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു പാപിയുടെ മാനസാന്തരത്തിലാണ് സ്വർഗം സന്തോഷിക്കുന്നതും, അതായത് സ്വർഗപിതാവ് സന്തോഷിക്കുന്നതും സ്വർഗീയ ദൂതന്മാർ സന്തോഷിക്കുന്നു. അന്ന് അവിടെ ഉത്സവമാണ് ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ. അല്ലാതെ മറ്റൊരു അത്ഭുതങ്ങൾ ഈ ഭൂമിയിൽ നടക്കുമ്പോൾ അവിടെ നിന്ന് സന്തോഷിക്കുന്നില്ല, അവിടെ നിന്ന് ആഹ്ലാദിക്കുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. തുടർന്ന് നമുക്ക് അടുത്ത വചനം ശ്രദ്ധിക്കാം. നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേ ഉള്ളൂ. എന്തിനെ? നമ്മളെല്ലാവരും അനുദപിക്കാൻ വേണ്ടിയിട്ട്. ദീർഘക്ഷമയെക്കുറിച്ച് നാഹൂം പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1:3 പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കർത്താവ് ദീർഘക്ഷമയുള്ളവനും അതിശക്തനുമാണ്. ഒരു കാരണവശാലും കർത്താവ് കുറ്റക്കാരെ വെറുതെ വിടുകയില്ല. അപ്പോൾ ദീർഘക്ഷമ കാണിച്ചുകൊണ്ട് കർത്താവ് എല്ലാവരോടും കാരുണ്യം കാണിക്കുക. നമ്മളെല്ലാവരും രക്ഷപ്രാപിക്കണം, മനുഷ്യമക്കളെല്ലാവരും രക്ഷപ്രാപിക്കണമെന്ന്. പക്ഷേ അതിനെ മറുതലിച്ച് നിൽക്കുന്നവർക്ക് കർത്താവിൻ്റെ കയ്യിൽ നിന്ന് വെറുതെ പോകാൻ വിചാരിക്കണ്ട. എങ്ങനെയൊരു ശിക്ഷ ഉറപ്പാണ്. നാഹൂം പ്രവാചകൻ പറഞ്ഞിരിക്കുന്നതാണ്, കുറ്റക്കാരെ കർത്താവ് വെറുതെ വിടില്ലെന്ന്. കുറ്റം ചെയ്തുകൊണ്ട് നടക്കുന്ന വ്യക്തികളുണ്ട്. നാളെ ആകട്ടെ എന്ന് പറഞ്ഞ് ദീർഘിച്ച് പോകുന്നവർ. അവരോടും കർത്താവിനൊരു പരിധി വരെ ദീർഘക്ഷമ കാണിക്കുകയുള്ളൂ. അത് കഴിയുമ്പോൾ അവൻ്റെ പേര് വെട്ടിക്കളയും. പിന്നെ അവനോട് ദീർഘക്ഷമ കാണിക്കില്ല. തുടർന്ന് പറയുവാണ്, കർത്താവിൻ്റെ ദിനം കള്ളനെ പോലെ വരും എന്ന് പത്രോസ്ലീഹ പഠിപ്പിക്കുകയാണ് നമ്മൾ. കർത്താവിൻ്റെ ദിനം കള്ളനെ പോലെ വരുന്ന അവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ കാത്ത് ഒരുങ്ങിയിരിക്കുക, ഒരുക്കമുള്ളവരായിരിക്കുക. കർത്താവിൻ്റെ ദീർഘക്ഷമയെ പരീക്ഷിക്കാതെ എത്രയും വേഗം അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കാൻ ശ്രമിക്കുക. അതിന് നമ്മൾ ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുക, അകൃത്യങ്ങളെക്കുറിച്ച് വിലപിക്കുക. കർത്താവെ, അങ്ങേക്കെതിരെ ഞാൻ വളരെയേറെ അകൃത്യങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ അങ്ങയോട് രമ്യതപ്പെടാൻ തയ്യാറാണ് കർത്താവെ എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് നമ്മൾ വരിക. അപ്പോൾ നമ്മൾ കർത്താവ് അനുഗ്രഹിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 16:8 നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. യേശുവെ നന്ദി, യേശുവെ സ്തുതി. അതിന് നമുക്ക് എന്താണ് വേണ്ടതെന്നാണ് ഈ പശ്ചാത്താപം ഉണ്ടാകാനായിട്ടുള്ള നടപടിയെക്കുറിച്ചാണ് യോഹന്നാസ്ലീഹ നമ്മളോട് പറയുന്നത്. യോഹന്നാൻ 16:8 പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. അപ്പോൾ പാപത്തെക്കുറിച്ചൊരു ബോധ്യം നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് പശ്ചാത്താപം ഇല്ലാത്തത്. പാപബോധം ഉണ്ടായാലേ പശ്ചാത്താപം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് പാപബോധം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം. പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കുന്നത് എന്താണ്? ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ദൈവത്തിൻ്റെ വചനം അക്ഷരം പ്രതി സ്വീകരിക്കണം നമ്മൾ. കാരണം ദൈവത്തിൻ്റെ വചനത്തിലാണ് പരിശുദ്ധാത്മാവും നിത്യജീവനും ഉള്ളത് എന്ന് യേശു പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 6:63 ഞാൻ പറഞ്ഞ വചനം ആത്മാവും, അതായത് പരിശുദ്ധാത്മാവും നിത്യജീവനുമാണെന്ന്. അപ്പോൾ യേശുവിൻ്റെ ആത്മാവും യേശുവിൻ്റെ ജീവനുമാണ് യേശു പറഞ്ഞതായ വചനം, അതായത് പരിശുദ്ധാത്മാവും നിത്യജീവനും. അപ്പോൾ ഈ വചനം നമ്മൾ സ്വീകരിക്കുക വഴിയാണ് നമ്മളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകുന്നതും അതുവഴി നമ്മുടെ ജീവൻ നിത്യജീവനായിട്ട് മാറ്റപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ മാത്രമേ നമ്മളിൽ പാപബോധം ഉണ്ടാവുകയുള്ളൂ, പശ്ചാത്താപം ഉണ്ടാവുകയുള്ളൂ, നീതിയെക്കുറിച്ചുള്ള അറിവുണ്ടാവുകയുള്ളൂ, ന്യായവിധിയെക്കുറിച്ചുള്ള അറിവുണ്ടാവുകയുള്ളൂ. നീതി എന്താണ്? അർഹമായത് അർഹമായവർക്ക് കൊടുക്കുന്ന അവസ്ഥ, അതാണ് നീതി. അർഹമായത് ആരാണ്? ഏറ്റവും ആദ്യം നമ്മളിൽ നിന്ന്
കിട്ടേണ്ടതായ അവകാശങ്ങൾ കിട്ടാൻ ഏറ്റവും അധികം അതിന് അവകാശി ആരാണ്? ദൈവമായ കർത്താവാണ്. നമ്മളിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതെന്നാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്താനും അവിടുത്തെ കൽപ്പനകളും വചനങ്ങളും അനുസരിക്കാനും വേണ്ടിയിട്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. അപ്പോൾ നമ്മൾ ഈ വചനങ്ങളും കൽപ്പനകളും അനുസരിക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്താതെ ജീവിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മെ ഓർത്ത് എന്തുമാത്രം ദുഃഖിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും ആദ്യത്തെ നീതി. ദൈവത്തിൻ്റെ വചനങ്ങളും കൽപ്പനകളും അനുസരിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. അത് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന അവസ്ഥ. അതാണ് ദൈവത്തോട് കാണിക്കുന്ന നീതി. അതേപോലെ തന്നെ മനുഷ്യനോട് കാണിക്കുന്ന നീതിയുണ്ട്. നമ്മൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്നാണ് യേശു നമ്മളോട് പറയുന്നത്. നമുക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ, അതായത് കർത്താവ് യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. അപ്പോഴാണ് ദൈവം ഈ ലോകത്തിൽ മഹത്വപ്പെടുന്നത്. പരസ്പരം സ്നേഹിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. സ്നേഹം ഉണ്ടാകണമെങ്കിൽ ആദ്യം പരസ്പരം ക്ഷമിക്കാൻ പഠിക്കണം, സഹിക്കാൻ പഠിക്കണം, കൂടാതെ സഹിഷ്ണുത കാണിക്കാനുള്ള കഴിവുണ്ടാകണം, അതുകൂടാതെ സഹാനുഭൂതി ഉണ്ടാകണം. ഇതിൽ നിന്നാണ് സ്നേഹത്തിൻ്റെതായ വേര് ആഴ്ന്നിറങ്ങുന്നത്. ഈ പറഞ്ഞ 4 കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമ്മളിൽ സ്നേഹം ഉണ്ടാവും. ദൈവസ്നേഹം ഉണ്ടാവും, പരസ്നേഹം ഉണ്ടാവും. ദൈവത്തെ സ്നേഹിക്കാത്തവൻ ഒരിക്കലും ദൈവത്തിൽ നിന്ന് യാതൊരുവിധ അനുഗ്രഹങ്ങളും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ദൈവത്തെ സ്നേഹിക്കുന്നു, എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ തിരിച്ച് ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? 97-ാം സങ്കീർത്തനം 10-ാം വചനത്തിൽ പറയുന്നു, തിന്മയെ ദ്വേഷിക്കുന്നവരെ കർത്താവ് സ്നേഹിക്കുന്നു. അപ്പോൾ ദൈവസ്നേഹം നമ്മളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിന്മയെ പാടേ ഉപേക്ഷിക്കണം. തിന്മയെ ഉപേക്ഷിക്കണം. തിന്മ ചെയ്യാതിരിക്കാൻ നമുക്ക് സാധിക്കും, തിന്മ ഉപേക്ഷിക്കില്ല നമ്മളിൽ പലരും. തിന്മയെ ഉപേക്ഷിക്കാതെ അത് മനസ്സിൽ വെച്ച് താലോലിച്ചുകൊണ്ട് നടക്കും നമ്മൾ. തിന്മ പല തിന്മകളും മനസ്സിലിട്ട് താലോലിക്കുന്നവരാണ് നമ്മൾ. മറ്റുള്ളവരുടെ സമ്പത്ത് മോഷ്ടിക്കുന്നതായിട്ട്, വെറുതെ പണം കിട്ടുന്നതായിട്ട്, കൂടാതെ പലവിധം മ്ലേച്ഛ പാപങ്ങൾ ചെയ്യുന്നതായിട്ട്, ഇതൊക്കെ മനസ്സിൽ താലോലിച്ചുകൊണ്ട് നടക്കുന്ന ധാരാളം പേരുണ്ട്. ഇത് തിന്മയാണ്. അത് തിന്മയെ വെറുക്കുന്ന അവസ്ഥയല്ല. ഇങ്ങനെയുള്ള തിന്മകളെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കണം. അത് ചിന്ത കൊണ്ട് ചെയ്യുന്ന പാപമാണത്. ദൈവത്തെ വളരെയേറെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. നമ്മുടെ ചിന്തകൾ എപ്പോഴും നന്മയെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കണം. അല്ലാതെയുള്ള ചിന്ത എപ്പോഴും ഈ ലോകത്തിൻ്റെ അരൂപിക്ക് ചേർന്നതായ ചിന്തയാണ്. തടസ്സത്തിൻ്റെ അരൂപിയുടെയും ഭിന്നതയുടെ അരൂപിയുടെയും ചിന്തകളാണത്. ഒരു ദൈവ പൈതലിന് ചേർന്നതായ ചിന്തയല്ല. അപ്പോൾ നമ്മളെപ്പോഴും നന്മയെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ. തിന്മയെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം നമുക്കില്ല. നമ്മൾ ദൈവമനുഷ്യരായിട്ട് ജീവിക്കേണ്ടവരും ദൈവം നമ്മുടെ ആത്മാവിനെ അസൂയയോടെ എപ്പോഴും കാത്തുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നതാണ്. ദൈവമേ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് പ്രഭാഷകൻ്റെ പുസ്തകം 17-ാം അധ്യായം 24, 26, 29 വായിച്ച് നമുക്ക് ഈ എപ്പിസോഡ് നിർത്താം. നമുക്ക് പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ ദൈവം അവസരം നൽകും. ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ ദൈവം പ്രോത്സാഹനം നൽകും. അത്യുന്നതങ്ങളിലേക്ക് തിരിയുകയും അകൃത്യങ്ങൾ ഉപേക്ഷിക്കുകയും മ്ലേച്ഛതകളെ കഠിനമായി വെറുക്കുകയും ചെയ്യുവിൻ. കർത്താവ് തൻ്റെ അടുക്കലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ്. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കേട്ട വചനങ്ങളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ കർത്താവ് ആവശ്യപ്പെടുകയാണ്, നമ്മൾ അനുദപിക്കണം. നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിച്ച് നിത്യജീവൻ അവകാശികളായി തീരണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. നമ്മളിൽ എന്തെല്ലാം കുറവുണ്ടെങ്കിലും നമ്മുടെ ദൈവമായ കർത്താവ് അതെല്ലാം ക്ഷമിച്ച് നമുക്ക് മാപ്പ് തരാൻ തയ്യാറാണ്. കർത്താവ് പറയുന്നുണ്ട്, വരുവിൻ നമുക്ക് രമ്യതപ്പെടാമെന്ന്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ദൈവത്തോട് രമ്യതപ്പെട്ട് നിത്യസമ്മാനത്തിന് അർഹരായി തീരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങൾ കേട്ട വചനങ്ങളനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകുവാനും അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിന് ഒരു പുതുജീവൻ പകരുവാനും അവിടുന്ന് തിരുവള്ളമാകണമേ. അവിടുന്ന് ഞങ്ങളോട് കാണിക്കുന്ന ഈ സ്നേഹം നിറഞ്ഞ വചനത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. തുടർന്നും
ഞങ്ങൾക്ക് വേണ്ടതായ വചനങ്ങളെ നൽകി ഞങ്ങളെ നിത്യജീവിതത്തിന് പൂർണ്ണമായ അർഹരായി തീർക്കുവാൻ അവിടെ തിരുവുള്ളമാകണമേ. ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് ഞങ്ങൾ അനുദപിക്കുന്നു. അതാണല്ലോ അങ്ങയെ സന്തോഷിപ്പിക്കുന്നത്. ഇനി മേലിൽ ചിന്ത കൊണ്ടോ സംസാരം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉപേക്ഷ കൊണ്ടോ അങ്ങയെയോ അങ്ങയുടെ രാജ്യത്തെയോ ഞങ്ങൾ വേദനിപ്പിക്കുകയില്ലെന്ന് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇനിയും ഞങ്ങളുടെ ജീവിതത്തിന് വരാൻ സാധ്യതയുള്ള എല്ലാ തെറ്റുകളിലും നിങ്ങൾ രക്ഷിക്കുവാൻ അവിടുത്തെ പുത്രൻ്റെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവേ ദൈവമേ, ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.